സൈറ്റിൽ ബേസിക്കലി ഒരു 5 സെൻസ് ഓഫ് പ്ലോട്ടാണ്. ഒരു എന്താ പറയുക, ഭയങ്കര പക്കാ റെസിഡൻഷ്യൽ ആയിട്ടുള്ളൊരു ഏരിയയാണ് നമുക്ക് ഈ പ്ലോട്ട് വരുന്നത്. ഈ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ പക്ക 5 സെൻസിൽ ഒരു കോർണർ ടെയിലെൻഡ് വരുന്നൊരു പ്ലോട്ടാണ്. നമുക്ക് ഇതിനകത്ത് വരുന്ന മെയിൻ ഒരു കൺസ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ആയിരുന്നു. ക്ലയൻറ്റിന് ബേസിക്കലി 2 ഫാമിലീനെ ഒക്യുപ്പൈ ചെയ്യണം എന്നായിരുന്നു ഒരു കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നത്. നമുക്ക് 2 ഫാമിലീനെ ഒക്യുപ്പൈ ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ചലഞ്ച്. എന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി 2 റോഡ് സൈഡിലാണ് ഈ പ്ലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പക്ക ക്ലയൻറ്റിന് ഫസ്റ്റ്ലി നമുക്ക് മേളിൽ റെൻറ്റിന് ചെയ്യണം എന്നുള്ളൊരു പർപ്പസ് ക്ലയൻറ്റ് ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പക്കയായിട്ട് ആ 2 പേർക്കുള്ള പ്രൈവസി സെഗ്രിഗേറ്റ് ചെയ്യണം എന്നാണ് ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നത്. ഇന്ത്യയിലാണ് ഭയങ്കര മിനിമലായിട്ടാണ് ചെയ്തേക്കുന്നത്. കൂടുതലും ഔട്ട് സൈഡിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എക്സ്റ്റീരിയറിൽ ക്ലയൻറ്റ് കൂടുതൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയും കാണാത്തൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഐറ്റം വേണം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നമ്മൾ പുറത്ത് അത്രയും ഒരു എക്സ്റ്റീരിയറിൽ ഡാർക്കർ ആണെന്ന് വെച്ചാൽ നമ്മൾ അധികം ഡാർക്കർ തീംസിൽ വീട്ടിലതും ചെയ്യാറില്ല. അപ്പോൾ ഒരു പക്ക ഒരു ഡാർക്ക് തീമിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഐഡിയയാണ് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. മാക്സിമം ടെക്സ്റ്റേഴ്സും ക്ലാഡിങ് ഉപയോഗിച്ചാണ് പുറത്ത് ചെയ്തിരിക്കുന്നത്. ആ എക്സ്റ്റീരിയർ നമ്മുടെ ഈ പാത്വേയുടെ നമ്മുടെ ഈ വീട്ടിലേക്ക് വരുന്ന റോഡിൻ്റെ പക്ക ഒരു ബെഞ്ച് മാർക്ക് പോലെയാണ് വീട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഏരിയയിൽ നിന്ന് എത്ര ലുക്ക് കൊടുത്താലും നമുക്ക് ആ വീട്ടിലേക്കൊരു സ്ട്രെയിറ്റ് വ്യൂവും അത്ര ആ ഒരു ഫുൾ ഐ ക്യാച്ചിങ് ആയിട്ടാണ് വീട് ഇപ്പോൾ നിൽക്കുന്നത്. തൊട്ട് അടുത്ത് വേറെ ബിൽഡിങ്സ് വന്നാലും ആ വീട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണമെന്ന് ക്ലയൻറ്റ് നിർബന്ധമായിരുന്നു. നമ്മൾ അങ്ങനത്തെ ഒരു എക്സ്റ്റീരിയറാണ് പുറത്ത് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ആദ്യമായിട്ട് സ്ഥലം വാങ്ങി വീട് വയ്ക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് വീട്, നമുക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു എങ്ങനെ വേണം എന്നുള്ളത്. അപ്പം അതെല്ലാം സാക്ഷാത്കരിക്കാനൊരു നമുക്ക് ഒരു ആർക്കിടെക്റ്റിനെ നോക്കി കുറേ ആയിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് സംസാരിച്ച് വന്നപ്പോൾ നമുക്കൊരു ആക്സിഡൻ്റലിയാണ് JVM ആർക്കിടെക്ട്സിൽ നമ്മൾ എത്തിയത്. മഞ്ജുവിനെ പരിചയപ്പെട്ടു. ആ വൈബ് നമുക്ക് പെട്ടെന്ന് മാച്ചായി. നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പറയുന്നതൊക്കെ മഞ്ജുവിന് പെട്ടെന്ന് ക്യാപ്ചർ ആവുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ വീടൊരു ഇത്രയും നല്ല മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ നിൽക്കുമ്പം അത്രയും സന്തോഷം, ആ ഒരു എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് വന്നതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. ഞാനും ഹസ്ബൻഡും വർക്കിംഗ് ആണ്. അപ്പം നമ്മൾ നല്ല ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ ഇതിൻ്റെ വർക്ക്സും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി വാട്സപ്പ് വഴിയാണ്. വാട്സപ്പിലൂടെയാണ് നമ്മൾ മഞ്ജുവിനോട് എന്തുണ്ടെങ്കിലും ബാക്കി എല്ലാ വർക്കേഴ്സിനും, ബാക്കി ഈ കൺസ്ട്രക്ഷൻ്റെ കാര്യമാണെങ്കിലും ബാക്കി ഇൻറ്റീരിയറിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം മഞ്ജു വഴിയാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിരുന്നത്. അപ്പം എല്ലാം വാട്സപ്പിലൂടെയാണ്. നമ്മൾ രാവിലെ പോയി ഞങ്ങൾ രാത്രിയാണ് ഏകദേശം ഇവിടെ തിരിച്ചു വരുന്നത്. അപ്പം എന്ത് വർക്ക് നടന്നു, എങ്ങനെയാണ് നമ്മൾ ഇതാക്കേണ്ട എല്ലാം മഞ്ജുവിൻ്റെ അടുത്തുള്ള ഒരു അപ്ഡേറ്റ് വഴിയും മഞ്ജു വന്ന് നോക്കി എല്ലാം കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അല്ലെങ്കിൽ നമ്മൾ മഞ്ജുവിനോട് പറയാം, അയ്യോ ഇന്ന ആള് വന്നിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും പിറ്റേ ദിവസത്തേക്ക് ക്ലിയർ ചെയ്യുന്ന എല്ലാം നമ്മൾ മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വാട്സപ്പിലൂടെയാണ്. പിന്നെ മഞ്ജു ഇടയ്ക്കിടയ്ക്ക് വരും, ഡയറക്റ്റ് നമ്മൾ വന്ന് നോക്കിയിട്ട് അങ്ങനെയും നമ്മൾ ഡയറക്റ്റ് പറയും. അങ്ങനെ എല്ലാ വർക്ക്സും നമ്മൾ ഒരു സ്മൂത്ത് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ വീട്ടിൽ ബേസിക്കലി നല്ല കാറ്റും വെന്റിലേഷൻ നമ്മൾ മാക്സിമം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് നോർത്തിലേക്കാണ്. അപ്പം മാക്സിമം വെയിൽ വരുന്ന ഈ സൈഡിലോട്ടാണ്. അപ്പോൾ ഈ സൈഡിലാണ് മാക്സിമം വെജിറ്റേഷനും വീടിൻ്റെ ടോട്ടൽ ഏരിയ ബാക്കോട്ട് പുഷ് ചെയ്യാന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാക്ക് ഏരിയ പുഷ് ചെയ്യുമ്പോൾ അത്രയും ഒരു ചൂട്, കഠിനമായ സൗത്ത് സൈഡിലെ ചൂട് നമുക്ക് മാക്സിമം വീട്ടിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പക്ക ഒരു ഏരിയ വീടിൻ്റെ പുറത്തേക്ക് ഒരു ഏരിയ നമ്മൾ എടുത്തിട്ട് അത് ഫുള്ളി ഫെൻസിങ് ചെയ്ത് അതിൽ ചെടി കയറ്റിയിട്ടാണ് നമ്മൾ വീടിൻ്റെ ചൂടിനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ മാക്സിമം വെന്റിലേഷൻസ് എല്ലാം ഓപ്പൺ ആണെങ്കിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. നമ്മൾ ഈ വീടിൻ്റെ ഗേറ്റ് നോക്കിയാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് നമ്മൾ ഗേറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ എപ്പോഴും
ഈ കുഞ്ഞു പ്ലോട്ട്സിൽ വരുന്ന വീടുകൾക്ക് മിക്കപ്പോഴും കാർ പാർക്കിങ്ങും ഗേറ്റും ഭയങ്കര ഹിൻഡ്രൻസ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് നാളെ ഈ ഗേറ്റ് ഓട്ടോമേറ്റഡ് ആക്കാവുന്ന പ്രൊവിഷണലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഗേറ്റ് ബേസിക്കലി നമ്മുടെ വീടിൻ്റെ പ്ലോട്ടിൻ്റെ ഏറ്റവും ബൗണ്ടറി ലൈനിൻ്റെ കോമ്പൗണ്ട് വാളിൽ എക്സ്റ്റീരിയറിലായിട്ടാണ് നമ്മൾ ഈ ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടിക്ക് പോലും സിമ്പിളായിട്ട് വലിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഗേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗേറ്റ് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോൾ 3 പീസായിട്ട് വന്ന് ഒറ്റ സ്ട്രെയിനിൽ തീരുന്ന പോലെയാണ് ഗേറ്റ് വരുന്നത്. ഈ ഗേറ്റിൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഭയങ്കര ഇൻപുട്ട് ഉണ്ടായിരുന്നു. ക്ലയൻറ്റും പറഞ്ഞിരുന്നു എനിക്ക് ഉള്ളിലേക്ക് തുറക്കണ്ട, എനിക്ക് ബാക്ക് സൈഡ് പുറത്ത് മതി എന്നുള്ള രീതിയിൽ ക്ലയൻറ്റിനും ആ ഒരു കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ക്ലയൻറ്റ് പറഞ്ഞു എനിക്ക് സാധാ ടിപ്പിക്കൽ ഒരു ഗേറ്റ് വേണമെന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് ക്ലയൻറ്റ് നമ്മൾ ഡിസ്കഷൻ ചെയ്ത് ലാസ്റ്റിലേക്കാണ് ഗേറ്റ് എത്തിയിരിക്കുന്നത്. ഈ ഗേറ്റിൽ സാധാരണ വീട്ടിലുള്ള പില്ലേഴ്സ് നമ്മൾ ചെറിയൊരു ബാറിൽ നിന്ന് കുഞ്ഞു ബാസ് അറ്റാച്ച്ഡ് ആയിട്ടാണല്ലോ വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ ബാറ് ബേസിക്കലി നമ്മൾ കാണുമ്പോൾ എലിവേറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. മേളിലും താഴെ നമ്മൾ ആ ഒരു ഓപ്പണിംഗ് സ്പേസ് ഇട്ടിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റീൽ വർക്ക് ഫാബ്രിക്കേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗേറ്റിൻ്റെ ഓരോ പീസും ഇൻഡിവിജ്വലായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന പോലെയാണ് നിൽക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ ഈ കുഞ്ഞു ഏരിയാസ് വരുന്ന ഏരിയകളിൽ നമുക്ക് ആ ഒരു ഗേറ്റ് കൺസ്ട്രെയിൻസ് നമുക്ക് തുറക്കാനോ അല്ലെങ്കിൽ നാളെ ഓട്ടോമേറ്റഡ് ആക്കാനോ പറ്റാത്ത ഗേറ്റ് കൺസ്ട്രെയിൻ ഇങ്ങനെയുള്ള ഒരു സൊല്യൂഷനിലൂടെ മാറ്റാൻ സാധിക്കും.